ഭൂട്ടാൻ കാർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടൻ ദുൽഖർ സൽമാനെ വീണ്ടും കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. നടന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ കാറുകൾ ഉണ്ടെന്നാണ് കസ്റ്റംസ് നൽകുന്ന വിവരം. ഈ കാറുകൾ എവിടെയെന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലടക്കം കസ്റ്റംസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്നത് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണെന്ന് കസ്റ്റംസ് അറിയിക്കുന്നു. അതേസമയം വാഹനങ്ങൾ താൻ വാങ്ങിയത് നിയമാനുസൃതം മാത്രം ആയിട്ടാണെന്നാണ് ദുൽഖർ നൽകിയ മൊഴി. കള്ളക്കടത്താണെന്ന വിവരം തനിക്ക് അറിയില്ലെന്നും ദുൽഖർ വ്യക്തമാക്കി. എന്നാൽ നടന്റെ മൊഴി പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി കൂടുതൽ കാർ ഉടമസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘം നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതേസമയം കൊച്ചി കസ്റ്റംസ് പ്രസിഡന്റ് ഓഫീസിൽ വെച്ചായിരുന്നു നടനെ ചോദ്യം ചെയ്തത്. നേരത്തെ ദുൽഖറിന്റെ 4 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഭൂട്ടാനിൽ നിന്ന് നിയമാനുസൃതമായി അല്ലാതെ ആഡംബര കാറുകൾ ഇന്ത്യയിലേക്ക് കടത്തിയതിനാണ് അന്വേഷിക്കുന്ന ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ടാണ് കാറുകൾ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 7 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. ദുൽഖർ നായകനായി അഭിനയിച്ച തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള നിസാൻ പെട്രോൾ കാർ നേരത്തെ പിടികൂടിയിരുന്നു. ഇതിനു പുറമെ ലാൻഡ് റോവർ, ഡിഫൻഡർ, ടൊയോട്ട ലാൻഡ് ക്രൂസർ, നിസാൻ പെട്രോൾ തുടങ്ങിയ വാഹനങ്ങളും ദുൽഖറിന്റെ പക്കൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പാണ് അന്വേഷണ സംഘം ആദ്യമായി ദുൽഖറിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ അന്ന് നടന്റെ വാഹനങ്ങൾ പിടികൂടിയെങ്കിലും താൻ കാറുകൾ വാങ്ങിയത് നിയമപരമാണെന്ന് വ്യക്തമാക്കി ദുൽഖർ കോടതിയെ സമീപിച്ചു. ശേഷം ബാങ്ക് ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കാറുകൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു.